നമ്മുടെ മക്കൾ താമരശ്ശേരിക്കാരൻ ആഷിക്കാവാതിരിക്കണമെങ്കിൽ ക്യാൻസർ പിടിച്ചിട്ട്, ബ്രെയിൻ ട്യൂമർ പിടിച്ചിട്ട്, സർജറി കഴിഞ്ഞിട്ട് നേരാമണ്ണൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് അനുജത്തിന്റെ വീട്ടിൽ കിടക്കുകയാണ് ഈ ആഷിക്കിന്റെ ഉമ്മ. അയാളെ വീട്ടിൽ പോയിട്ട് മൂപ്പരാൾ വലിയ കത്തി വേണം തേങ്ങ പൊളിക്കാനാന്ന് പറയുന്നുണ്ട്. വലിയ കത്തി കൊടുന്നിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത ഉമ്മനെ അറുത്തിട്ട് കോഴിനറുത്ത കത്തി കഴിക്കുന്നത് പോലെ പുറത്ത് ടാപ്പ് കൊണ്ടുപോയി ഈ ക്രൂരനായ മകൻ കത്തി കഴിക്കുന്നുണ്ട്. പോലീസിനോട് പറഞ്ഞെന്താണെന്നറിയാം, എനിക്ക് ജന്മം തന്നതിന്റെ പണിഷ്മെന്റ് ആണ് ഇതെന്ന്. ഓനക്ക് ജന്മം നൽകിയതിന്റെ 50 ഡല്ലിലേറെ വേദന സഹിക്കുന്നുണ്ട് ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കാൻ. ലോകത്തെ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യ പെണ്ണാണ്. ശരീരത്തിനോട് ആവേശികമായി നോക്കുമ്പോൾ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യവർഗമാണ്. 250-300 കിലോ ഉണ്ടാവും കങ്കാരു. അതെന്നെ കുട്ടി ജനിക്കുമ്പോൾ 3 ഗ്രാമാണ് പ്രായമെന്ന് വിശ്വസിച്ചേ പറ്റൂ. ഒരു സ്പൂണ് കൊള്ളും. 250 കിലോയിലേറെ വർദ്ധിക്കുന്ന കങ്കാരുവിന്റെ കുട്ടി 3 ഗ്രാമായിരിക്കും. ഒരു സ്പൂണിൽ കൊള്ളും ആ കുട്ടിയെ. 47 കിലോയുള്ള +2 കെട്ടിച്ച പെൺകുട്ടി പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് 3.5 കിലോ ഉണ്ടാകും. 50 ഡൽ വേദന സഹിക്കണം. സാധാരണഗതിയിൽ 45 ഡൽ വേദന സഹിച്ചാൽ ആരോഗ്യമുള്ള ആണ് പോലും ബോധം കെടും. പക്ഷെ പെണ്ണ് ബോധം കെടൂല, ഉമ്മ ബോധം കെടൂല. ബോധം കെട്ടി കടന്നാൽ പറ്റില്ലെന്ന് അവരുടെ ഉപബോധ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കും. എന്റെ ഉദരത്തിൽ നിന്ന് എന്റെ പ്രതീക്ഷയുടെ അരുണ കിരണം ഒലിക്കാനിരിക്കുന്നു. അങ്ങനെ ബോധം കെട്ട് കിടന്നാൽ പറ്റൂല. ആ കുട്ടിയെ നൈസെടുത്തിട്ട് ഉമ്മയുടെ മാറോട് ചേർത്തിട്ട് മുത്തം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. എത്ര സാഹിത്യ വൈഭവം ഉണ്ടായാലും, ശ്രീകണ്ഠേശ്വരം പിള്ളയുടെ വലിയ നിഘണ്ടു ശബ്ദധാരാവലി കാണാതെ പഠിച്ചാലും അത് വർണ്ണിക്കാനുള്ള വാക്ക് ലഭ്യമല്ല. ലോക ചരിത്രത്തിന്റെ അനർഘമായ നിമിഷം. അതോടെ വേദന മറക്കണ ഉമ്മ 50 ഡൽ വേദന സഹിച്ച് പ്രസവിച്ച, പിന്നെ വളരെയേറെ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയതിന്റെ ഫലം, എന്നെ ജന്മം നൽകിയതിന്റെ ശിക്ഷ കൊടുത്തതാണ് എന്നാണ് വലിയ കത്തി എടുത്തിട്ട് ഉമ്മനറുത്ത് കത്തി കഴുകി അടുത്ത വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുത്ത മകൻ ആഷിക്ക് പറഞ്ഞത്. അങ്ങനത്തെ മക്കൾ വേണം നമുക്ക്. നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ മക്കൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കണോ? ഒരു കൂട്ടുകാരൻ കുട്ടിയോട് നിന്റെ സയൻസ് ലാബിൽ നിന്ന് ക്ലോറോഫോം കട്ടെടുത്തുകൊണ്ടിരണം എന്ന് പറഞ്ഞിട്ട് കുപ്പി കൊടുത്തേക്കാണ് കൊടുവള്ളിക്കാരൻ അബ്ദുൽ കരീമിന്റെ മക്കൾ. അവർ കൊണ്ടുവന്ന രാസപദാർത്ഥം തൂവാരയിൽ മുക്കി ഉപ്പയുടെ മുഖത്ത് അമർത്തി പിടിച്ച് മൂത്ത മകൻ വാപ്പാനെ കൊല്ലുമ്പോൾ കാലിട്ടടിക്കുമ്പോൾ അയാളുടെ കാലിൽ കയറിയിരുന്ന് പിടിച്ചമർത്തി കൊടുത്തു രണ്ടാമത്തെ മകൻ. അങ്ങനത്തെ മക്കളാണ് നമുക്ക് വേണ്ടത്. എല്ലാ തോന്നിയാസത്തിനും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്നേഹമുള്ളമാവുക. പുതിയ കാലല്ലേ, അങ്ങനെയൊക്കെ അല്ലേ എന്ന് വിചാരിക്കലാണോ നമ്മുടെയൊക്കെ ദൗത്യം? ഫോണിൽ നെറ്റും കയറ്റി കൊടുത്തിട്ട് മോൾക്ക് കയറ്റി വിടലാണോ മക്കളെ നമ്മൾ? നെറ്റുള്ള ഫോണുമായി റൂമിൽ പോലും കയറാൻ അനുവദിച്ചുകൂടാ. പഠനാവശ്യാർത്ഥം നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള കമ്പ്യൂട്ടറിലോ സിറ്റൗട്ടിലുള്ള കമ്പ്യൂട്ടറിലോ അത് കണക്ട് ചെയ്ത് കൊടുക്കുക. അവർ പ്രിന്റ് എടുക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ റിസർച്ച് ചെയ്യട്ടെ, സയൻസിന്റെ ഫയലുകൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കട്ടെ. അകത്തറ കയറിയിട്ട് കുറ്റിയിട്ടിട്ട് നെറ്റ് കളിക്കണോ? മക്കള് പിടുത്തം വിടുന്നത് അറിയാതെ പോകും. നമ്മൾ ക്ലോറോഫോം സംഘടിപ്പിച്ചിട്ട് മുഖത്തമർത്തി വെച്ച് കൊന്നുകളയണ മക്കളാവാതിരിക്കണമെങ്കിൽ ഇത്തിരി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നമ്മൾ തോന്നിയ സംഘടന